കലോത്സവത്തിന് പറ്റുക. എന്നിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ വരൂലേ, അതൊക്കെ ഒരു മജയായിരുന്നു. എൻ്റെ അമ്മ ആ ന്യൂസ് പേപ്പേഴ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ വാൽമൂട്ട കടിച്ച് തിന്നുന്നു പറഞ്ഞ് അതിനൊക്കെ പ്രിസേർവ് ചെയ്യാൻ അമ്മ ഡ്യൂട്ടി ഇട്ടത് എനക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഏതാണ്ട് 2-3 വർഷത്തോളമായി. അതുകൊണ്ട് നല്ല പേടിയോടെയാണ് അത് ഞാൻ എടുത്തു നോക്കിയത്. അതോ മറ്റോ നാശമായിട്ടുണ്ടേലേ ഞാൻ ഒന്നുകൂടി പത്രത്തിൽ വന്നേനെ. പക്ഷെ ചെറുതായിട്ടൊന്ന് കോളം മാറിപ്പോയി. എനിവേസ്, കമ്മിങ് ടു ദ കലോത്സവം. നല്ല അസൽ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചേ. അതുകൊണ്ടാവും നല്ല MB കൂടുതലുള്ള നൊസ്റ്റാൾജിയ ഫയൽസ് വേണ്ടോളം ഉണ്ട് എൻ്റെ സിസ്റ്റത്തിൽ. ഒപ്പന കളിച്ച് കൈ തയമ്പിച്ചതും, വഞ്ചിപ്പാട്ടിന് ആവേശം കൂടിയിട്ട് തൊണ്ടേന്ന് ചോര വന്നതും, ഉറുദു പദ്യം പാടി ലാസ്റ്റ് കായും ഖായും ഗായും എല്ലാം കൂടി ഒരു ഓഞ്ഞ ഖ ആയതും, അറഞ്ചം പുറഞ്ചം ക്ലാസ് കട്ട് ചെയ്ത് ലാസ്റ്റ് ഏത് ക്ലാസ്സിലാന്ന് പോലും മറന്നുപോയതും. ആ സമയത്തൊക്കെ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കോൽക്കളീൻ്റെ ആരവും തിരുവാതിരപ്പാട്ടിൻ്റെ തനിമയും ചെണ്ടമേളത്തിൻ്റെ ഘോഷവും എല്ലാം കൂടി മിക്സായിട്ടൊരു അവിയൽ പരുവത്തിലൊരു സൗണ്ട് ഉണ്ടാവും. എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഇനി മൂട്ട കടിക്കൂലെന്നാന്ന് ചോദിക്കാൻ വരുന്നെങ്കിൽ അതെനിക്കറിയില്ല. അത് മൂട്ടയോടെ തന്നെ ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ ഫെവിക്കോളിൻ്റെ ഫ്ലേവർ കക്ഷിക്ക് ഇഷ്ടമല്ലെങ്കിലോ. ഇത്രയും മൊഞ്ചാക്കിയിട്ട് എൻ്റെ തട്ടുമ വലിച്ചെറിയാനല്ലേ ഇതെന്ന് വിചാരിക്കണ്ട. അതങ്ങനെയല്ല. എൻ്റെ വീട്ടിലേക്ക് ആര് വന്നാലും അഭിമാനത്തോടെ എൻ്റെ അമ്മക്ക് എടുത്ത് കാണിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ വിക്ടറീസൊക്കെ ആരെങ്കിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ വിക്ടറി.